Welcome all. Next section, conformal mapping, the last and final section of module 2. Okay. കൺഫോമൽ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ഈ പ്രാവശ്യത്തെ K2-ൻ്റെ 2024 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അനലിറ്റിക് ഫംഗ്ഷൻ നമ്മൾ മുന്നേ പഠിച്ചതും കൺഫോമൽ മാപ്പിങ്ങിൻ്റെ ഡെഫിനിഷൻ 3 മാർക്കിന് രണ്ടും കൂടെ ഒരുമിച്ച് ചോദിച്ചു. സോ നമുക്ക് കൺഫോമൽ മാപ്പിംഗ് അല്ലെങ്കിൽ കൺഫോമൽ ട്രാൻസ്ഫോർമേഷൻ എന്തുവാണെന്നുള്ളത് നോക്കാം. ഓക്കെ. Suppose two curves C1 and C2 in the Z plane intersect at a point P and the corresponding curves C1 and C2 dash in the W plane by the transformation W equal to f of Z intersect at P dash if the angle of intersection of the curves at P is same as the angle of intersection of the curves at P dash in both magnitude and sense, then the transformation is said to be conformal. ഓക്കെ, എന്തുവാണെന്നുള്ളത് ഞാൻ പറയാം, കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് വയ്ക്കാം, എന്നിട്ട് ഫിഗർ വരയ്ക്കാം. ഓക്കെ, എന്തുവാ പറയുന്നത്? സപ്പോസ് ടു കർവ് C1 ആൻഡ് C2 ഇൻ ദ Z പ്ലെയിൻ. അപ്പം നമുക്ക് Z പ്ലെയിനും ഉണ്ട് W പ്ലെയിനും ഉണ്ട്. ഓക്കെ, Z ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് ഐ വൈ ആണെന്ന് നമുക്കറിയാം. എക്സ് എന്ന് പറയുന്ന റിയൽ പാർട്ടും വൈ എന്ന് പറയുന്ന ഇമാജിനറി പാർട്ടും. സോ എക്സ് ആക്സിസ് വൈ ആക്സിസ്, എക്സ് എന്ന് പറയുന്ന റിയൽ പാർട്ടും വൈ എന്ന് പറയുന്ന ഇമാജിനറി പാർട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് Z പ്ലെയിൻ ഉണ്ടായിരിക്കും. ഓക്കെ, Z പ്ലെയിൻ ഉണ്ടായിരിക്കും. Z പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? എഫ് ഓഫ് ഇസഡ്, ഫങ്ഷൻസ് ഓഫ് ഇസഡ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ Z പ്ലെയിൻ എന്ന് പറയുന്നത് ഇസഡിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ യു പ്ലസ് ഐ വി ആണ് അല്ലേ. യു എന്ന് പറയുന്ന റിയൽ പാർട്ടും വി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടും. സോ യു ആക്സിസ് വി ആക്സിസ്, യു റിയൽ പാർട്ട്, വി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട്. ഓക്കെ, അപ്പോൾ എന്തുവാണ്? സപ്പോസ് ടു കർവ് C1 ആൻഡ് C2 ഇൻ ദ Z പ്ലെയിൻ. Z പ്ലെയിനിൽ രണ്ട് കർവുകളുണ്ട്, C1 അതുപോലെ തന്നെ C2. ഓക്കെ, C1 C2 ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ് P എന്ന് പറയുന്ന പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. ആൻഡ് ദ കറസ്പോണ്ടിങ് കർവ്സ്, ഇതുപോലെ C1നും C2നും കറസ്പോണ്ടിങ് ആയിട്ട് എവിടെ കർവ് കാണും? W പ്ലെയിനിൽ കർവ് കാണും. അതിനെ C1 ഡാഷ് C2 ഡാഷ് എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഓക്കെ, അത് എവിടെ ഇന്റർസെക്ട് ചെയ്യുന്നു? പി ഡാഷ് എന്ന് പറയുന്ന പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു അല്ലേ. C1 C2 ഡാഷും C1 ഡാഷും C2 ഡാഷും എവിടെ ഇന്റർസെക്ട് ചെയ്യുന്നു? P1 ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുന്നു. ഓക്കെ, W പ്ലെയിൻ ബൈ ദ ട്രാൻസ്ഫോർമേഷൻ W ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് ഇന്റർസെക്ട് അറ്റ് P ഡാഷ്. അപ്പം നമുക്ക് ഇവിടെ ഈ കർവുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്ത് C1 ഡാഷ് C2 ഡാഷ് എന്ന് പറയുന്ന കർവ് ഫോം ചെയ്തല്ലോ. അപ്പം അവിടെയുള്ള ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് W ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ്. അപ്പം C1 C2 എന്ന് പറയുന്ന കർവ് W ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ ട്രാൻസ്ഫോർമേഷന് കൂടെയാണ് Z പ്ലെയിനിൽ എന്തോ ഫോം ചെയ്തത്? C1 ഡാഷ് C2 ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് കർവുകൾ മേക്ക് ചെയ്തതും അവയുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ P ഡാഷ് ആയതും. ഓക്കെ, ഇത് എപ്പോഴാണ് കൺഫോമൽ ആവുന്നത്? ഇഫ് the angle of intersection of the curves at P is same as the angle of intersection of the curve at P dash in both the sense and magnitude. മാഗ്നിറ്റ്യൂഡിൻ്റെ കേസിലും സെൻസിൻ്റെ കേസിലും P എന്ന് പറയുന്ന പോയിന്റിൻ്റെ ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷനും അതുപോലെ തന്നെ P ഡാഷ് എന്ന് പറയുന്ന പോയിന്റിൻ്റെ ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ എന്തുമായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, ദെൻ ദ ട്രാൻസ്ഫോർമേഷൻ ഈസ് സെഡ് ടു ബി കൺഫോമൽ ട്രാൻസ്ഫോർമേഷൻ. മനസ്സിലായോ? ഓക്കെ, കൺഫോമൽ മാപ്പിങ്ങിൽ നിന്ന് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് മാക്സിമം 2 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അത് എസ് ഐ പാർട്ടിലായാലും അതുപോലെ തന്നെ 3 മാർക്കിൻ്റെ സെക്ഷനിലായാലും. ഓക്കെ, അപ്പോൾ ഇത് KTU മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് 2024 പുതിയൊരു മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട്, അതിൻ്റെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫൈൻഡ് ദി ഇമേജ് ഓഫ് ദ സർക്കിൾ x² + y² - 6x = 0 അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ W = 1/z. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വരച്ച് കാണിക്കുക എന്തുമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെന്ന്. ഓക്കെ, ഇവിടെ നമുക്ക് കൺഫോമൽ മാപ്പിങ്ങിൽ നമുക്ക് എന്തോ വേണം? ഒരു Z പ്ലെയിൻ വേണം. Z പ്ലെയിനിൻ്റെ ആക്സിസുകൾ X ആക്സിസും Y ആക്സിസുമാണ്, റിയൽ ആക്സിസും ഇമാജിനറി ആക്സിസും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തോ വേണം? ഒരു W പ്ലെയിൻ വേണം. എന്തുവാണ്? ഒരു W പ്ലെയിൻ വേണം. Wൻ്റെ ആക്സിസുകൾ U ആക്സിസും V ആക്സിസും. U എന്ന് പറയുന്ന റിയൽ ആക്സിസും V എന്ന് പറയുന്നത് ഇമാജിനറി ആക്സിസും. ഓക്കെ, അപ്പോൾ x² + y² - 6x = 0. ഇവിടെയാണ് x² + y² - 6x = 0 എന്ന് പറഞ്ഞ സർക്കിള് ഇവിടെ ഉണ്ട്. ഓക്കെ, ആ സർക്കിളിന് എന്തുകൊണ്ടാണ് ഞാൻ Z പ്ലെയിൻ വരച്ചത്? ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്തുവാണ്? എക്സും വൈയും വെച്ചിട്ടല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ Z പ്ലെയിനിൽ സർക്കിളിൻ്റെ ഇമേജ് ഇപ്പുറത്ത് വരുമ്പം എന്തോ ഫോം ചെയ്യുമോ എന്നുള്ളത് നോക്കണം. എന്ത് ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞ് വരുമ്പോഴാണ്? W = 1/z എന്ന് പറയുന്ന വഴിയിൽ കൂടെ വരുമ്പോൾ
ഡബ്ല്യു പ്ലെയിനിൽ എന്തോ ഇമേജ് ഫോം ചെയ്യും. ആരെന്തോ ഇമേജ് ഉണ്ടാക്കുമെന്ന് കണ്ടുപിടിക്കണം. x² + y² - 6x = 0 എന്ന് പറയുന്ന സർക്കിൾ ഡബ്ല്യു പ്ലെയിനിൽ എന്തോ ഇമേജ് ഫോം ചെയ്യുമെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. മനസ്സിലായോ ഇത്? അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇമേജ് കണ്ടുപിടിക്കുന്നതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ആദ്യം എടുത്ത് എഴുതണം. ട്രാൻസ്ഫോർമേഷൻ ആദ്യം എടുത്ത് എഴുതിയിൽ നിന്ന് നമ്മൾ എന്തോ കണ്ടുപിടിക്കണം? എക്സും വൈയും കണ്ടുപിടിക്കണം. ആ എക്സും വൈയും നമ്മുടെ ഇസഡ് പ്ലെയിനിൽ എന്താണോ നമ്മുടെ ഫിഗർ, അവിടെ ആ എക്സും വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ട് സോൾവ് ചെയ്യുന്ന ആ വാല്യൂ ആയിരിക്കും, ആ ഇമേജ് ആയിരിക്കും എപ്പുറത്ത് വരുന്നത്? ഡബ്ല്യു പ്ലെയിനിൽ വരുന്നത്. ആ സ്റ്റെപ്പ് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ആദ്യം W = 1/z ആണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ. നമ്മുടെ വഴി എന്തുവാണ്? W = 1/z. അതെടുത്ത് എഴുതി. ഇതിൽ Z ആണ് നമുക്ക് എന്തെന്നറിയാം? Z ആണ് x + iy എന്നറിയാം. അതിൽ W ആണ് u + iv എന്ന് നമുക്കറിയാം. അതിൽ നമുക്ക് Z ഇവിടെ ഇട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. Z എവിടെ കൊണ്ടുവരണം? W-ൻ്റെ പൊസിഷൻ. ഇതൊന്ന് ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? Z = 1/w. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Z എന്ന് പറഞ്ഞാൽ x + iy = 1/w എന്ന് പറഞ്ഞാൽ u + iv. ഇപ്പോൾ നമുക്ക് എക്സും വൈയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ ഇവിടെ? ഇല്ല. എക്സ് എന്ന് പറയുന്ന ഐ ഇല്ലാത്ത ആൾ, വൈ എന്ന് പറയുന്ന ഐയുടെ കോയിഫിഷ്യൻ്റ്. ഇവിടെ അങ്ങനെയാണോ കിടക്കുന്നത്? സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ എന്തോ ചെയ്യുന്നു? u + iv കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്തോ വരും? u + iയുടെ കോൺജുഗേറ്റ് u - iv ഡിവൈഡഡ് ബൈ u + iv താഴെയുണ്ട്. അതിൻ്റെ കൂടെ എന്തുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം? u - iv മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ മുകളിൽ എന്തോ വരും? u - iv ഡിവൈഡഡ് ബൈ താഴെ u + iv ഇൻറ്റു u - iv. വാട്ട് ഈസ് u + iv ഇൻറ്റു u - iv? നമ്മൾ പഠിച്ചിട്ടുണ്ട് a + b ഇൻറ്റു a - b എന്തുവാണ്? a² - b² എന്ന് പറഞ്ഞതുപോലെ ഇവിടെ a എന്ന് പറയുന്നത് യുവും b എന്ന് പറയുന്നത് iv-യുമാണ്. അപ്പോൾ എന്തോ വരും? a² പകരം u². ഈ മധ്യത്തെ മൈനസ് അതുപോലെ ഇട്ടു. b² എന്ന് പറഞ്ഞാൽ b എന്ന് പറഞ്ഞാൽ iv ആണ്. iv-യുടെ സ്ക്വയർ വരും. ഓക്കെ, ദാറ്റ് ഈസ് u² - i. ഇവിടെ എന്തോ വരും? iv² സോ i² വരും, v² വരും. i² നമുക്ക് എന്തുവാണെന്ന് അറിയാം? -1 ആണെന്ന് അറിയാം. സോ ആ മൈനസും ഈ മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആവും. v-യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ v². അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, എഗെയിൻ ഇനി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? u/u² + v² എന്ന് എഴുതാം, -iv/u² + v² എന്ന് എഴുതാം. ഇവിടെ നമുക്കിനി സെപ്പറേറ്റ് ചെയ്തൂടെ? ഇവിടെ എക്സ് ഐ ഇല്ലാത്ത ആൾ, വൈ എന്ന് പറയുന്ന ഐ ഉള്ള ആൾ. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. അപ്പം ഇവിടെ ഐ ഇല്ലാത്ത ആർക്കാ? u/u² + v²നും വൈ ഇവിടെ +iy ആണ്. ഇവിടെ -iv/u² + v². അപ്പം y എന്തോ വരും അവിടെ? -v/u² + v². ഇവിടെ ഐയുടെ കോയിഫിഷ്യൻറ്റ് +y ആണ്. ഇവിടെ ഐയുടെ കോയിഫിഷ്യൻറ്റ് -v/u² + v² ആണ്. അതുകൊണ്ടാണ് വൈക്ക് എന്തോ വന്നു? ഒരു -v/u² + v² വന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള എക്സും വൈയും അവിടെ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്തുവാ ചെയ്യുന്നത്? എന്താണോ നമ്മുടെ ഇസഡ് പ്ലെയിനിലെ ഫിഗർ, അവിടെ നമ്മൾ എന്തോ ഇട്ട് കൊടുക്കും? നമ്മൾ കണ്ടുപിടിച്ച എക്സും വൈയും ഇട്ട് കൊടുക്കും. എന്തിൻ്റെ ടേംസിലായിരിക്കണം അത് വരുന്നത്? നമുക്ക് ഡബ്ല്യു പ്ലെയിനിലാണ് ഇമേജ് ഫോം ചെയ്യേണ്ടത്. അപ്പം എക്സും വൈയും എന്തിൻ്റെ ടേംസിലായിരിക്കണം ഇരിക്കേണ്ടത്? യുവിൻ്റെയും വിൻ്റെയും ടേംസിലായിരിക്കണം ഇരിക്കേണ്ടത്. ഓക്കെ, സോ നൗ x² + y² - 6x = 0. അതാണ് നമ്മുടെ ഫിഗർ ഇസഡ് പ്ലെയിനിൽ. ദാറ്റ് ഈസ് എക്സിന് പകരം u/u² + v² ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈന് പകരം -v/u² + v². വൈക്ക് സ്ക്വയർ ഉണ്ടായത് സ്ക്വയർ കൊടുത്തു. -6 ഇൻറ്റു എക്സിന് പകരം u/u² + v² നമ്മൾ കണ്ടുപിടിച്ചതല്ലേ, = 0 ഇട്ട് കൊടുക്കുക. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്ത് നമ്മളൊരു ഇക്വേഷൻ, എന്താണ് ഫിഗർ എന്ന് കണ്ടുപിടിക്കാം, എന്താണ് ഇമേജ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇനി താഴോട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തോ വരും? ഇത് u/u² + v² ദ ഹോൾ സ്ക്വയർ സെപ്പറേറ്റ് സ്ക്വയർ എടുത്താൽ u² + v² ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെയും -v-യുടെ സ്ക്വയറും വരും, u² + v²ൻ്റെ സ്ക്വയറും വരും. -v-ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇവിടെ മൈനസിൻ്റെ സ്ക്വയറും വരും, v-യുടെ സ്ക്വയറും വരും. മൈനസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അല്ലേ, സോ v² + v² വരും ഡിവൈഡഡ് ബൈ u² + v² ദ ഹോൾ സ്ക്വയർ -6 ഇൻറ്റു u/u² + v² = 0.
ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇവിടെ ഡിനോമിനേറ്റർ രണ്ട് ടേമിലും സെയിം അല്ലേ. സോ ഡിനോമിനേറ്റർ അതുപോലെ എഴുതിയിട്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ അതുപോലെ എഴുതുക, ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എഗെയിൻ -6u/u²+v²=0 അവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ താഴെ 2 u²+v², മുകളിൽ 1 u²+v², ഓരോന്ന് വെച്ച് കട്ട് ചെയ്തൂടെ. അപ്പോൾ മുകളിൽ എന്ത് വരും? 1/, താഴെ 1 u²+v² വരും. -6u ഡിവൈഡഡ് ബൈ u²+v²=0. എഗെയിൻ ഇവിടെ ഡിനോമിനേറ്റർ സെയിം. അപ്പോൾ എന്തോ ചെയ്യാം? ഡിനോമിനേറ്റർ അതുപോലെ എഴുതിയിട്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്ത് എഴുതാം. ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 + -6u എന്ന് പറഞ്ഞാൽ 1 - 6u = എന്തുവാണ്? 0 ആണ്. അപ്പം ഈ 0യുടെ താഴെ ഒന്നുണ്ടെന്നല്ലേ അർത്ഥം. ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 - 6u × 1 = 1 - 6u. u²+v² × 0 = 0. ഓക്കെ, അപ്പോൾ എന്തോ ഇത് എന്തിൻ്റെ ഇക്വേഷൻ ആണിത്? Thus the circle x² plus y² minus 6x = 0 is transformed into straight line 1 - 6u = 0 in the w plane. എന്ന് പറഞ്ഞാൽ ഇത് ഒരു ലീനിയർ ഇക്വേഷൻ ആണ്, ഇത് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, 1 - 6² ടേം ഒന്നും ഇല്ലല്ലോ, ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ ആണ്. ഇത് എന്തിൻ്റെ ഇക്വേഷൻ ആണ്? സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇസഡ് പ്ലെയിനിൽ x² + y² minus 6x = 0 എന്ന് പറയുന്ന സർക്കിൾ w = 1/z എന്ന് പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞ് വരുമ്പം എന്തുവാണ് ഇവിടെ ഫോം ചെയ്യുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ഫോം ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്തുവാണ്? 1 - 6u = 0 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനാണ് w പ്ലെയിനിൽ ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ സ്റ്റെപ്പ് വരുന്നത് ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ എടുത്ത് എഴുതണം, അതിനകത്ത് നിന്ന് എക്സും വൈയും കണ്ടുപിടിക്കണം, എന്നിട്ട് ആ എക്സും വൈയും നമ്മുടെ ഇസഡ് പ്ലെയിനിൽ എന്താണോ ഫിഗർ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യും. ആ ഇക്വേഷനിലെ ഇമേജ് ആയിരിക്കും എവിടെ ഫോം ചെയ്യുന്നത്? w പ്ലെയിനിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2019 സ്കീമിൽ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇമേജ് ഓഫ് ദ സ്ട്രിപ്പ് കണ്ടുപിടിക്കാനായിട്ട്. ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദ ഇൻഫൈനൈറ്റ് സ്ട്രിപ്പ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1/4 <= y <= 1/2 ആൻഡ് സെക്കൻഡ് ഒരു സ്ട്രിപ്പും ഉണ്ട് 0 y 1/2 അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ w = 1/z തന്നെയാണ്. ഓക്കെ, അപ്പോൾ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാനിവിടെ ഫിഗർ ഒന്ന് വരയ്ക്കാം, നിങ്ങൾക്ക് ഉള്ള ഫിഗർ ഒന്ന് വരയ്ക്കാം. ഇത് നമ്മുടെ ഇസഡ് പ്ലെയിൻ. ഓക്കെ, ഇസഡ് പ്ലെയിന് ആക്സിസുകൾ നോട്ട് ചെയ്യണം, എക്സ് ആക്സിസും വൈ ആക്സിസും. ഇനി അപ്പുറത്ത് എന്തുവാണ്? w പ്ലെയിൻ. ഇതുമാണ് w പ്ലെയിൻ. w പ്ലെയിനിൻ്റെ ആക്സിസ് റിയൽ ആക്സിസ് u ആക്സിസും ഇമാജിനറി ആക്സിസ് v ആക്സിസും. അപ്പോൾ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ 1/4 <= y <= 1/2 എന്ന് പറയുന്ന ഇൻഫൈനൈറ്റ് സ്ട്രിപ്പ് ഇപ്പുറത്ത് എന്തോ ഇമേജ് ഫോം ചെയ്യും. ഏത് വഴി കൂടെ വരുമ്പം? w = 1/z എന്ന് പറഞ്ഞ വഴി കൂടെ വരുമ്പം. അതുപോലെ തന്നെ അതേപോലെ ഒരു ഇൻഫൈനൈറ്റ് സ്ട്രിപ്പ് ഉണ്ട്, 0 y 1/2 എന്ന് പറഞ്ഞ ഇൻഫൈനൈറ്റ് സ്ട്രിപ്പ് ഉണ്ട്. അതും ഇപ്പുറത്ത് w = 1/z എന്ന് പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞ് വരുമ്പം എന്തോ ഇമേജ് ഫോം ചെയ്യും. ആക്ച്വലി ഇതാണ് നമ്മളൊരു പൂർണ്ണ രൂപം എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യൻ്റെ. ഓക്കെ, ആദ്യം നമ്മൾ എന്തുവാണ് നമ്മുടെ സ്റ്റെപ്പ്? ആദ്യം തന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ എന്തുവാണെന്ന് എടുത്ത് എഴുതണം. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിൽ ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ എക്സും വൈയും ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ആ സ്റ്റെപ്പൊന്നും എഴുതുന്നില്ല, എക്സും വൈയും ഡയറക്റ്റ് ഞാനങ്ങ് എഴുതുവാണ്. w = 1/z. ഓക്കെ, അപ്പം ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ സ്പ്ലിറ്റ് ചെയ്താണ് ചെയ്യാൻ പോകുന്നത്. ഇൻഫൈനൈറ്റ് സ്ട്രിപ്പ് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ സ്ട്രിപ്പിൻ്റെ ഇക്വേഷൻ വന്നാൽ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യണം. എന്ന് പറഞ്ഞാൽ 1/4 <= y എന്തോ ഇമേജ് ഫോം ചെയ്യുമെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ y <= 1/2 എന്തോ ഇമേജ് ഫോം ചെയ്യുമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് w പ്ലെയിനിൽ വരുന്ന ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യനെ സ്പ്ലിറ്റ് ചെയ്തു. നൗ 1/4 <= y. ദാറ്റ് ഇംപ്ലൈസ് 1/4 <= y എന്ന് പറയുന്നത് -v/u² + v². ക്രോസ് ചെയ്യുന്നു. 1 × u² + v², u² + v². 4 × -v ഓക്കെ, ഇനി -4v ഞാൻ ലെഫ്റ്റ് സൈഡ് കൊണ്ടുവരുന്നു. u² + v² + 4v <= 0. ദാറ്റ് ഇംപ്ലൈസ് വിൻ്റെ ടേം രണ്ട് ടേം ഉണ്ട്. ഇത് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കാം. u² ഉണ്ട് പ്ലസ് 4v ഉണ്ട്. അങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കാം. u² അതുപോലെ എഴുതുക, v² + 4v. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കുന്ന എങ്ങനെയാണ്? നമ്മൾ വിയുടെ കോയിഫിഷ്യൻ്റ് നോക്കുക. വിയുടെ കോയിഫിഷ്യൻ്റ് ആരാണ്? 4 അല്ലേ? 4ൻ്റെ ഹാഫ് എടുക്കുക, 4ൻ്റെ പകുതി എടുക്കുക. 4ൻ്റെ പകുതി 2 അല്ലേ? ആ 2ൻ്റെ സ്ക്വയർ എടുക്കുക. 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 4 അല്ലേ? ആ 4 കൊണ്ട് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യണം. അപ്പം നമുക്കിതിനൊരു ക്വാഡ്രാറ്റിക്
ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ യു സ്ക്വയർ അതുപോലെ എഴുതുക. വി സ്ക്വയർ പ്ലസ് 4 വിയുടെ കോയിഫിഷ്യൻറ്റ് 4 എടുക്കുക, അതിൻ്റെ പകുതി എടുക്കുക. പകുതി എന്ന് പറഞ്ഞാൽ 2 ആണ്. 2ൻ്റെ സ്ക്വയർ എടുക്കുക. 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 കൊണ്ട് ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പം ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു ഇക്വാളിറ്റി സാറ്റിസ്ഫൈഡ് ആവും ഇല്ലേ ഇക്വേഷൻ്റെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് യു സ്ക്വയർ അതുപോലെ എഴുതാം. ഇത് എന്തിൻ്റെ ഇക്വേഷൻ ആണ് ഡേ? ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? നമ്മൾ സിംപിളി പറയുവാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 4 കിട്ടണം, ആഡ് ചെയ്യുമ്പോഴും 4 കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 കിട്ടണം, ആഡ് ചെയ്യുമ്പോഴും 4 കിട്ടണം. കാൽക്കുലേറ്റർ ഇത് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇതിട്ട് കൊടുക്കുമ്പം ഈ ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ ആൻസർ 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് വി പ്ലസ് എന്തുവാണ് ആൻസർ കിട്ടുന്നത് അത് കൊടുക്കുക. വി പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് ഞാൻ ഇങ്ങനെ എഴുതി, വി പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 കിട്ടുന്നതും ആഡ് ചെയ്യുമ്പോൾ 4 കിട്ടുന്നതുമായുള്ള 2 നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 ഉം 2 അല്ലേ? സോ അതാണ് വി പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ. അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് കാൽക്കുലേറ്റർ ഇട്ട് എടുക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും എന്തുവാണെന്നുള്ളത്. ഓക്കെ, മൈനസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഈ യു സ്ക്വയറിനെ എങ്ങനെ എഴുതാം? യു മൈനസ് 0 ദ ഹോൾ സ്ക്വയറിന് എഴുതാം. വി ഇതിനെ നമുക്ക് മൈനസ് പോലെ എഴുതാം. വി പ്ലസ് 2 ദ ഹോൾ സ്ക്വയറിനെ എങ്ങനെ എഴുതാം? വി മൈനസ് 2 ദ ഹോൾ സ്ക്വയറിന് എഴുതാം. മൈനസും പ്ലസ് തന്നെയല്ലോ. അപ്പോൾ വി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ -4 റൈറ്റ് സൈഡിൽ കൊണ്ടുവരുന്നു 4. ഓക്കെ, ആക്ച്വലി ഇത് എന്തിൻ്റെ ഇക്വേഷനാണ്? നമ്മൾ സർക്കിളിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇത് നമ്മൾ സാധാ ഇസഡ് പ്ലെയിനിലെ ഇക്വേഷനാണ്, നമ്മൾ സാധാ പഠിച്ച ഇക്വേഷൻ. ഇന്ന് നമ്മൾ ഡബ്ല്യു പ്ലെയിനിൽ വരുമ്പോൾ ഈ എക്സിന് പകരം ആരാണ്? യു ആണ് അല്ലേ? അതുകൊണ്ട് ഇവിടെ യു ആക്സസും വി ആക്സസും ആണ്. അപ്പോൾ എക്സിന് പകരം ഇവിടെ എന്തോ വരുന്നത്? യു ആണ്. യു മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈക്ക് പകരം ഇവിടെ ഇമാജിനറി ആക്സസ് ആരാണ്? വി അല്ലേ? സോ വി മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആണ് ഇവിടെ ഡബ്ല്യു പ്ലെയിനിലെ സർക്കിളിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഏകദേശം അത് കണക്ക് വന്നില്ലേ? ഇവിടെ എ എന്തുവാണ്? എ എന്ന് പറയുന്നത് 0. ഇവിടെ ബി എന്തുവാണ്? -2. വി മൈനസ് കഴിഞ്ഞ് കിടക്കുന്ന ആളാണ് ബി എന്ന് പറയുന്നത്. സോ -2. ആർ സ്ക്വയറിൻ്റെ പോർഷനിൽ എന്തോ കിടക്കുന്നത്? 4 കിടക്കുന്നത്. സോ ആർ ഇവിടെ എന്തുവാകും? 2 ആവും. ഓക്കെ, അപ്പം ഇവിടെ ഈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറഞ്ഞ സർക്കിളിൻ്റെ സെൻറ്റർ എയും ബിയും റേഡിയസ് 6ഉമാണ്. അപ്പോൾ ഇവിടെ ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്തുവാകും? റേഡിയസ് 6ഉം സെൻറ്റർ എന്തുവാകും? എയും ബിയും ആവും. അപ്പോൾ ഇവിടുത്തെ സർക്കിൾ ഇതൊരു സർക്കിളാണെന്ന് പറയാൻ പറ്റത്തില്ല, കാര്യം ഇവിടെ ഈക്വൽ ടു ഇല്ല. അപ്പം ഇത് എന്താണ് സൂചിപ്പിക്കുന്നത്? ഇത് വിച്ച് ഈസ് ദ ഇൻറ്റീരിയർ ഓഫ് ദ സർക്കിൾ വിത്ത് സെൻറ്റർ 0 -2 ആൻഡ് റേഡിയസ് 2. റേഡിയസ് 2 ഉള്ള സർക്കിളിൻ്റെ ഇന്നർ പോർഷനാണ് എന്ന് പറഞ്ഞാൽ അകത്ത് മാത്രമേ ഉള്ളൂ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അകഭാഗം അല്ലേ? 4 റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ അകഭാഗം മാത്രമാണ് എന്തോ വരുന്നത്? ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? 2 റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ വിത്ത് സെൻറ്റർ 0 -2 ആയിട്ടുള്ള സർക്കിളിൻ്റെ ഇൻറ്റീരിയർ പോർഷനാണ്. കാര്യം ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നതുകൊണ്ടാണ് ഇൻറ്റീരിയർ പോർഷൻ വന്നത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ എക്സ്റ്റീരിയർ പോർഷൻ വന്നാണ്. ഈക്വൽ ടു ആണെങ്കിൽ സാധാ സർക്കിൾ വന്നാണ്. ഓക്കെ, അപ്പോൾ 1/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് പറയുന്ന ആ പോർഷൻ എന്തോ ഫോം ചെയ്തു? വിച്ച് ഈസ് ദ ഇൻറ്റീരിയർ. ഇമേജ് എന്താണ് വന്നത്? ഇൻറ്റീരിയർ ഓഫ് ദ സർക്കിൾ വിത്ത് സെൻറ്റർ 0 -2 ആൻഡ് റേഡിയസ് 2. ഓക്കെ, ആൾസോ നമുക്കിനി അടുത്ത സ്പ്ലിറ്റപ്പ് നോക്കണം. വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 നോക്കണം. ദാറ്റ് ഇംപ്ലൈസ് വൈക്ക് പകരം -v/u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2. ക്രോസ് ചെയ്യുന്നു. -v × 2 -2v. യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ × 1 യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. ഈ -2v റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുന്നു. അപ്പം യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈ -2v അപ്പുറം പോകുമ്പോൾ എന്ത് വരും? +2v. ആർക്ക് നേരെയാണോ വാ തുറന്ന് വെച്ചേക്കുന്നത്? യു സ്ക്വയർ പ്ലസ് വി സ്ക്വയറിൻ്റെ നേരെയാണ്. അപ്പം നമ്മൾ തിരിച്ചെഴുതുമ്പോഴും ശ്രദ്ധിക്കുക, യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ -2v അപ്പുറം പോകുമ്പോൾ +2v ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി ഞാനിവിടെ ഈ വിൻ്റെ 2 ടേം ഉണ്ട്, അതിനെ ഞാൻ എന്തുവാക്കുന്നു? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? വിയുടെ കോയിഫിഷ്യൻ്റ് എടുക്കുക. വിയുടെ കോയിഫിഷ്യൻ്റ് 2, അതിൻ്റെ പകുതി എടുക്കുക. 2ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 1 അല്ലേ? 2ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 1. ഇനി 1ൻ്റെ സ്ക്വയർ എടുക്കുക. 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇത് എന്തിൻ്റെ ഇക്വേഷനായി? രണ്ട് നമ്പേഴ്സുകൾ ആഡ് ചെയ്യുമ്പം 2ഉം
മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 വരുന്ന രണ്ട് നമ്പേഴ്സുകൾ ഏതൊക്കെയാണ്? 1ഉം 1ഉം അല്ലേ? 1ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ എന്തുവാണ്? 2. 1 ഇൻറ്റു 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തുവാണ്? 1. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1ഉം ആഡ് ചെയ്യുമ്പോൾ 2 വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കാൽക്കുലേറ്റർ ഇട്ട് കൊടുത്താൽ മതി, ആൻസർ 1 എന്ന് കിട്ടും. അത് നമ്മൾ v+1 ദ ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, യു സ്ക്വയർ അതുപോലെ എഴുതാം, v+1 ദ ഹോൾ സ്ക്വയർ -1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ യു സ്ക്വയറിനെ നമുക്ക് ഇതൊരു സർക്കിളിൻ്റെ ഇക്വേഷൻ ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? u-0 ദ ഹോൾ സ്ക്വയർ പ്ലസ് v-1 ദ ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 അപ്പുറം പോകുമ്പോൾ +1. 1നെ നമുക്ക് 1ൻ്റെ സ്ക്വയറിന് എഴുതിക്കൂടെ? എഗെയിൻ ഇത് എന്തുവാണ്? ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ തന്നെ ഈക്വൽ ടു വന്നില്ലെന്നേ ഉള്ളൂ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെന്നേ ഉള്ളൂ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആകുമ്പം ഇവിടുത്തെ റേഡിയസ് എന്തുവാണ്? റേഡിയസ് 1ഉം r² പൊസിഷനിൽ 1 അല്ലേ കിടക്കുന്നത്. എ എന്തുവാണ് ഇവിടെ? 0. ബി എന്തുവാണ്? -1. സെൻറ്റർ 0യും -1ഉം റേഡിയസ് 1ഉം ആയിട്ടുള്ള സർക്കിളിൻ്റെ പുറഭാഗമാണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിളിൻ്റെ പുറഭാഗം എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ ഈ പോർഷൻ ആയിരിക്കും വരുന്നത്, പുറത്തുള്ള ഭാഗമായിരിക്കും വരുന്നത്. Okay, which is the exterior of the circle with the center 0, -1 and radius 1. Thus the infinite strip. അപ്പം നമ്മൾ രണ്ട് സ്ഥലവും കണ്ടുപിടിച്ചു. Thus the infinite strip ഏതാണ്? കമ്പൈൻ ചെയ്യുമ്പോൾ 1/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ഈസ് മാപ്ഡ് ഓൺ ടു ദ റീജിയൻ ബിറ്റ്വീൻ ദ സർക്കിൾസ്. ഈ രണ്ട് ഇക്വേഷൻ എഴുതി വെച്ചാൽ മതി. ഈ ഒരു സർക്കിളും അതുപോലെ തന്നെ ഈ ഒരു സർക്കിളിൻ്റെയും കൂടെ റീജിയൻ, രണ്ടിൻ്റെയും കൂടെ ബിറ്റ്വീൻ റീജിയൻ ആയിരിക്കും നമുക്ക് എന്തോ വരുന്നത്? ഇമേജ് വരുന്നത്. അത് സിംപിളി നമുക്ക് രണ്ട് സർക്കിളിന് നമുക്ക് u² + v² + 4v = 0 എന്ന് എഴുതാം. അതായത് ഇവിടെ നമ്മൾ അപ്പം രണ്ട് സർക്കിളിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാൽ മതി, എന്തുവാ, u-0 ദ ഹോൾ സ്ക്വയർ പ്ലസ് v-2 ദ ഹോൾ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറയുന്ന സർക്കിളിൻ്റെയും ഇൻറ്റീരിയർ പോർഷൻ ഓഫ് ദ സർക്കിളിൻ്റെയും അതുപോലെ തന്നെ u-0 ദ ഹോൾ സ്ക്വയർ പ്ലസ് v-1 ദ ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ എന്ന് പറയുന്ന എക്സ്റ്റീരിയർ പോർഷൻ ഓഫ് ദ സർക്കിളിൻ്റെയും എന്തുവാണ്? ബിറ്റ്വീൻ റീജിയൻ ആയിരിക്കും. ആ രണ്ട് റീജിയനും കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുന്ന പൊസിഷനിലായിരിക്കും എന്തോ ഫോം ചെയ്യുന്നത്? നമ്മുടെ ഈ സ്ട്രിപ്പിൻ്റെ ഇമേജ് അവിടെ ആയിരിക്കും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടായിരുന്നു 0 ലെസ് ദാൻ y ലെസ് ദാൻ 1/2 എന്ന് പറയുന്ന ഇൻഫൈനൈറ്റ് സ്ട്രിപ്പ് എന്തോ ഇമേജ് ഫോം ചെയ്യും. ഓക്കെ, നേരത്തെ ആ ഫിഗർ തന്നെയാണ്. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്യുവാണ്. ഇൻഫൈനൈറ്റ് സ്ട്രിപ്പ് ആകുമ്പം സ്പ്ലിറ്റ് ചെയ്താണ് ചെയ്യുന്നത്. 0 ലെസ് ദാൻ y എന്തോ ഇമേജ് ഫോം ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കും. അതുപോലെ തന്നെ y ലെസ് ദാൻ 1/2 എന്തോ ഇമേജ് ഫോം ചെയ്തെന്ന് കണ്ടുപിടിക്കും. ആ രണ്ട് ഇമേജിൻ്റെയും കൂടെ കോമൺ റീജിയൻ ആയിരിക്കും, ഇൻ്റർസെക്ഷൻ റീജിയൻ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ടുള്ള റീജിയൻ വരുന്നത്. ഓക്കെ, അപ്പോൾ 0 ലെസ് ദാൻ y, ദാറ്റ് ഈസ് 0 ലെസ് ദാൻ -v/u² + v². 0യുടെ താഴെ 1 ഉണ്ടെന്നല്ലേ അർത്ഥം. 0 × u² + v², 0. 1 × -v. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അങ്ങനെ എഴുതാടെ, മൈനസ് കൊണ്ട് അപ്പുറം ഇപ്പുറം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇനിക്വാളിറ്റി സിമ്പൽ മാറും അല്ലേ? മൈനസ് കൊണ്ട് നമുക്ക് ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ആവും. മൈനസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -0 ഗ്രേറ്റർ ദാൻ v എന്ന്, മൈനസും പ്ലസ് v എന്ന് വരും. ദാറ്റ് ഈസ് v ലെസ് ദാൻ 0 എന്ന് വരും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്തുവാണ്? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനിക്വാളിറ്റി മാറും. അപ്പോൾ ഇവിടെ -0 ഗ്രേറ്റർ ദാൻ മൈനസും പ്ലസ് v ആവും. സോ v ലെസ് ദാൻ 0. അപ്പോൾ v ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഞാൻ ഇസഡ് പ്ലെയിൻ ഒന്ന് വരച്ച് കാണിക്കാം. ഞാനിവിടെ ഫിഗർ വരച്ചില്ലല്ലോ. w പ്ലെയിൻ, u ആക്സിസ്, v ആക്സിസ്. അതിന് ഇവിടെ നമുക്ക് എന്തോ ഉണ്ടായിരുന്നു? ഇസഡ് പ്ലെയിൻ ആയിരുന്നു. ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്. 0 ലെസ് ദാൻ y ലെസ് ദാൻ 1/2 എന്ന് പറഞ്ഞ് ഇൻഫൈനൈറ്റ് സ്ട്രിപ്പ് w = 1/z എന്ന് പറഞ്ഞ് ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞ് വരുമ്പോൾ എന്തോ ഇമേജ് ഫോം ചെയ്യുമെന്നാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ നമ്മൾ രണ്ട് സ്പ്ലിറ്റപ്പ് ആയിട്ടാണ് ചെയ്തത്. 0 ലെസ് ദാൻ വൈക്കും നമ്മൾ കണ്ടുപിടിക്കണം, y ലെസ് ദാൻ 1/2 എന്ന് പറയുന്നത് രണ്ടും എന്തോ ഇമേജ് ഫോം ചെയ്യുന്നു. അതിൻ്റെ കോമൺ റീജിയൻ ആയിരിക്കും നമ്മുടെ ഇപ്പുറത്തെ ഇമേജ് എന്ന് പറയുന്നത്, ആ ഇൻഫൈനൈറ്റ് സ്ട്രിപ്പിൻ്റെ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 0 ലെസ് ദാൻ y എന്ന് പറയുന്ന ഈ ഒരു ഫിഗർ ഇപ്പുറത്ത് എന്തോ ഫോം ചെയ്തു. v ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഇതല്ലേ v ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ദ ഹാഫ് പ്ലെയിൻ ബിലോ ദ റിയൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ v ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഹാഫ് പ്ലെയിൻ ആണ്, റിയൽ ആക്സിസിൻ്റെ താഴോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ v എന്ന് പറയുന്നത് 1, 2 അല്ല 1, 2 അങ്ങനെയല്ലേ പോകുന്നത്. താഴെ എന്ന് പറയുന്നത് -1, -2 അങ്ങനെയല്ലേ പോകുന്നത്. ഓക്കെ, അപ്പം v ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ 0-നെക്കാട്ടിയും താഴെയുള്ള
റീജിയൻ. അപ്പോൾ എങ്ങോട്ടായിരിക്കും വരുന്നത്? ഇതായിരിക്കുമല്ലേ വരുന്നത്, ശരിയല്ലേ? ഓക്കെ, വി ലെസ് ദാൻ 0, വി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പം 0ക്ക് മുകളിലോട്ട്. വി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ വിയുടെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, അപ്പോൾ മുകളിലോട്ട് പോകും. ഓക്കെ, വി ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ 0നെക്കാട്ടിയും താഴോട്ട് നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും വരുന്നത്. അതാണ് വിച്ച് ഈസ് ദ ഹാഫ് പ്ലെയിൻ ബിലോ ദ റിയൽ ആക്സിസ് വന്നത്. ഓൾസോ വൈ ലെസ് ദാൻ 2 1/2. വൈ എന്ന് പറഞ്ഞാൽ -v/u² + v² ലെസ് ദാൻ 1/2. ക്രോസ് ചെയ്യുന്നു -2v ലെസ് ദാൻ u² + v². ഓക്കെ, എഗെയിൻ ഞാൻ -2v റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുന്നു. സോ u² + v² + 2v, ഇവിടെയാണ് വാ തുറന്നിരിക്കുന്ന u² + v²നോടാണ്. സോ അത് കണക്ക് തന്നെ തുറന്ന് വെച്ചേക്കുക, ഗ്രേറ്റർ ദാൻ 0. ഞാൻ എഗെയിൻ ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കുന്നു. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കുന്ന എങ്ങനെ? വിൻ്റെ കോഎഫിഷ്യൻറ്റ് 2, 2ൻ്റെ പകുതി 1, 1ൻ്റെ സ്ക്വയർ 1, 1 ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇത് എഗെയിൻ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവും. v + 1² -1 ഗ്രേറ്റർ ദാൻ 0. u² നമുക്ക് u - 0² എഴുതാം, പ്ലസ് v + 1² v - -1² എഴുതാം. ഗ്രേറ്റർ ദാൻ 1 അപ്പുറം പോകുമ്പം -1 അപ്പുറം പോകുമ്പോൾ +1. അത് നമുക്കൊരു സർക്കിളിൻ്റെ ഇക്വേഷൻ പോലെ എഴുതിക്കൂടെ? വിച്ച് ഈസ് ഇതെന്താണ്? സർക്കിളിൻ്റെ ഗ്രേറ്റർ ദാൻ ആണ്. അപ്പം റേഡിയസ് 1നെക്കാട്ടിയും പുറത്താണ്. ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിൻ്റെ പോർഷൻ നമ്മൾ 0യും -1ഉം സെൻറ്ററും അതുപോലെ തന്നെ റേഡിയസ് 1 വരുന്ന സർക്കിളിൻ്റെ പുറത്തെ പോർഷനാണ്, എക്സ്റ്റീരിയർ പോർഷനാണ്. കാര്യം റേഡിയസ് 1 അല്ലേ, 1നെക്കാട്ടിയും വലുതാണ് ആ പോർഷൻ എന്ന് പറയുന്നത്. സോ വിച്ച് ഈസ് ദ എക്സ്റ്റീരിയർ ഓഫ് ദ സർക്കിൾ വിത്ത് സെൻറ്റർ 0 - 1 ആൻഡ് റേഡിയസ് 1. അങ്ങനെയാണെങ്കിൽ ഇത് എന്തോ ഈ രണ്ടും കൂടെ ഈ വി ലെസ് ദാൻ 0 എന്ന് പറയുന്ന ആ ഒരു ഇമേജും അതുപോലെ തന്നെ 0 - 1 സെൻറ്ററും 1 റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ എക്സ്റ്റീരിയർ പോർഷനും കൂടെ കമ്പൈൻഡായി വരുന്ന റീജിയൻ ആയിരിക്കും നമ്മുടെ ഏത് ഇൻഫൈനൈറ്റ് സ്ട്രിപ്പ് W പ്ലെയിനിൽ ഫോം ചെയ്യുന്നത്? 0 ലെസ് ദാൻ y ലെസ് ദാൻ 1/2 എന്ന് പറയുന്ന ഇൻഫൈനൈറ്റ് സ്ട്രിപ്പ് നമ്മുടെ W പ്ലെയിനിൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ എഴുതിയേക്കാം, സമ്മറി ചെയ്ത് എഴുതാം. Thus, the infinite strip 0 less than y less than 1/2 is mapped onto the exterior part of the circle, passing through the origin and center, passing through the origin and center 0 - 1 and below the real axis. എഴുതിയാൽ മതി. നമ്മുടെ ഈ ഒരു സ്ട്രിപ്പ് 0യും -1ഉം സെൻറ്ററും 1 റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ എക്സ്റ്റീരിയർ പോർഷനിലും ആ ഒരു സർക്കിൾ എവിടെ ആയിരിക്കും വരുന്നത്? നമ്മൾ W പ്ലെയിനിൽ വി ലെസ് ദാൻ എന്ന് പറഞ്ഞ് താഴോട്ട് നെഗറ്റീവ് റിയൽ ആക്സിസിലായിരിക്കും ആ ഒരു സർക്കിൾ ഇരിക്കുന്നത്. രണ്ടിൻ്റെയും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള പോർഷനിലെന്ന് എഴുതിയാലും മതി. ഓക്കെ, വിച്ച് ഈസ് ദ റീജിയൻ ബിറ്റ്വീൻ എന്ന് എഴുതിയാലും മതി. ഓക്കെ.